എനിക്ക് തീരെ സുഖമല്ല, നല്ല പനിയാണ്. അതുപോലെ പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അസുഖങ്ങളെ കുറിച്ചും നമുക്ക് അറബിയിൽ എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അല്ലാണ്ട് യഥാർത്ഥ പനിയൊന്നല്ലല്ലോ. ഓക്കെ, എന്നാ അപ്പൊ അതിന് പനിയാണെന്ന് പറയാൻ എനിക്ക് ആകെ സുഖമല്ല. സുഖമല്ല എന്ന് പറയാൻ ചബാന. പുരുഷൻ പറയുമ്പോൾ ആന ചബാൻ, മാലേഷ് ആന ചബാൻ. ഓക്കെ, അപ്പോൾ ചബാൻ എന്ന് പറഞ്ഞാൽ അസുഖമായവൻ അല്ല അസുഖമായവൾ, ചബാന. പനിക്ക് രണ്ട് പേരുണ്ട്. ഒന്ന് ഹുമ്മ എന്നാണ്. മറ്റേ നമ്മൾ നേരത്തെ ചൂടിന് പറഞ്ഞൊരു ഹറാറ ഉണ്ടല്ലോ, ഹറാറാണ്. ഹാർ എന്ന് പറയില്ല, ഹറാറ. ഹറാറ എന്ന് പറഞ്ഞാൽ ഹോട്ടാണ് അല്ലെങ്കിൽ ചൂടാണ്, പനിയാണ്. ഹറാറ ഷദീദ്, നല്ല പനിയുണ്ട്. ഓക്കെ, അതുപോലെ ജലദോഷം സുക്കാം എന്ന് പറയും. എനിക്ക് സുക്കാം എന്ന് ജലദോഷമാണ്. അതിന് ജലദോഷം പിടിച്ചാള് തന്നെ മുസക്കിം അങ്ങനെ പറയാം. വല്ലാന മുസക്കിം, അത് പനി ബാധിച്ചു, ജലദോഷം ബാധിച്ചു എന്നൊക്കെ പറയാം, മുസക്കിം എന്ന് പറയും. തലവേദനക്ക് സുദാ എന്നാണ് പറയുക. സാധാരണ ആൾക്കാർ പിന്നെ എന്താണ് വജറസ് എന്ന് പറയും, അങ്ങനെ പറയൂല. വജ എന്ന് പറഞ്ഞാലും പെയിനാണ്. അപ്പൊ റസ് എന്നാൽ ഹെഡാണ്. അപ്പൊ തലവേദന എന്ന അർത്ഥം വെച്ചിട്ട് വജറസ് ഉണ്ടാക്കിയ ശരിയാവില്ല. മറിച്ച് എന്താണ് വേറൊരു പേര്, സുദാ എന്നാണ്. സുദാ. ഓക്കെ, അതുപോലെ ബാക്ക് പെയിൻ എന്താ പറയാ? ഓക്കെ, പെയിന് മൊത്തം 3 പേരുണ്ട് സാധാരണ പറയാം. ഒന്ന് അലം എന്ന്, മറ്റൊന്ന് വജ എന്ന്, വേറൊന്ന് ഇവർ എന്ന്. ഇങ്ങനെ 3 പേര് പറയാറുണ്ട്, 3 വാക്ക് പറയാറുണ്ട്. ഒന്ന് ഇവർ. ഈ ഇവർ എന്ന വാക്കാണ് അതിൽ കൂടുതലും എന്താണ് സാധാരണക്കാർ ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ ബാക്ക് ഭയങ്കര പെയിൻ വരുന്നു, എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്. എവർ അല ദഹർ, ദഹറാണ് എന്താണ് ബാക്കിന് പറയുന്നത്. ബാക്ക് പെയിൻ അത് അവറിനെ ലഹരി, എൻ്റെ ബാക്കിനും എൻ്റെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ട്, അവറിനെ ലഹരി. എവർ അല്ലെങ്കിൽ വജ അല്ലെ അലം. അലമുദ്ദഹർ എന്നാണ് സാധാരണ റേറ്റിലൊക്കെ ഉണ്ട്. എന്താണ് അലമുദ്ദഹർ, അലമുദ്ദഹർ എന്നാണ് ബാക്ക് പെയിൻ ഉണ്ട്. ഓക്കെ, അതുപോലെ വയറുവേദനക്ക് വയറിന് മഅദ്ദ എന്നാണ് പറയുക. ബത്തിന് എന്ന് പറയും, മഅദ്ദ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് പറയുക, അലം അൽ മഅദ്ദ അല്ലെ വജ അൽ മഅദ്ദ, വജ അല്ലെ അലം അൽ മഅദ്ദ, മഅദ്ദ മഅദ്ദ. അത് ബത്തൻ എന്ന് പറയുന്ന ഒരു വാക്ക് കൂടി അതിലുണ്ട്. അതുപോലെ നെഞ്ചരിച്ചിലിന് എന്താ പറയുന്നത്? നെഞ്ചരിച്ചിലിന് ഹമൂദ എന്നാണ് പറയുന്നത്. ഹമൂദ എന്ന സത്യം പറഞ്ഞാൽ ഗ്യാസ് ആണ് സംഭവം. അത് ഗ്യാസ് ട്രബിൾ ഉണ്ടാവുമല്ലോ, അതിനാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുക, അതായത് ഗ്യാസ് സംബന്ധമായ പ്രോബ്ലംസിനൊക്കെ ഹമൂദ എന്ന് പറയാം. ഇപ്പം നമ്മൾ സാധാരണ ഗ്യാസിൻ്റെ ടാബ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഫാർമസിയിലൊക്കെ ചെന്നിട്ട് എന്ത് ചോദിച്ചാൽ മതി, എന്തൊക്കും ദവാലിൽ ഹമൂദ എന്ന്, ഹമൂദ. ഓക്കെ, എന്നാൽ ഗാസിയ എന്ന് ഇംഗ്ലീഷിന് അറബിയാക്കിയിട്ട് പറയാം, ഗാസിയ. ഗാസിയ ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾക്ക് എന്താണ് പറയാ, ഗാസിയ എന്ന് പറയാറ്. ഓക്കെ, ഇതുപോലെ അറബി ഭാഷ, അറബികൾ പോലെ നിങ്ങൾക്കും സംസാരിക്കാം. അറബിക്ക് വേണ്ടി ഫോളോ ചെയ്തോളൂ.